ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാ? സിനിമ ഞാൻ ഷൈനുമായിട്ടൊരു മൂവി അങ്ങനെ ഷൈൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ മൂവിയില് ഷൈൻ ടോം ജോർജ്. ഏത് മൂവിയാണ് ചെയ്തത്? അത് അതിന് കംപ്ലീറ്റ് ആയില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അല്ല, അതാണ് ആദ്യം ചെയ്തത്. അതാണ് ആദ്യം ചെയ്തത്. അതിന് ശേഷമാണ് നല്ല സമയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം നല്ല സമയത്ത് ആ സിനിമ റിലീസ് ആയിട്ടില്ല. ഇല്ല, അതിന്റെ ഫുൾ കഴിഞ്ഞിട്ടില്ല. അത് ആര് ഡയറക്ട് ചെയ്തു? അജയ്. ഓഹോ, മനസ്സിലായി. അത് തീർന്നിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ ഇടയ്ക്ക് നിന്ന് പോയ സിനിമ. അങ്ങനെ അത് പിന്നെ ഉമർക്ക പിന്നെ നല്ല സമയത്തിലേക്ക് ഇതാക്കി ഹീറോയിൻ ആയിട്ട്. അത് വലിയ നല്ല സമയമായോ? നല്ല സമയമായെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലും OTT ഇപ്പൊ നല്ല രീതിയിൽ. പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്, എപ്പോഴും നമ്മളെ ഫിലിം ആർട്ടിസ്റ്റ് എന്ന് വന്നിട്ട് നമ്മളെ ഈ എന്താ പറയാ IMDb അതിലൊക്കെ നമ്മൾ വന്നല്ലോ. അത് നോക്കുമ്പോ എനിക്ക് ബെനിഫിറ്റ്സ് തന്നെയുള്ളൂ. പിന്നെ നല്ല സമയത്തോട് കൂടിയിട്ട് എനിക്കും നല്ല സമയമാണ്. വേറെ സിനിമകൾ ഓഫർ വന്നിട്ടുണ്ടോ? വേറെ സിദ്ദീഖ് സർ മൂവി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ സിദ്ദീഖ് സർ. ഈ സിനിമയിൽ അഭിനയവും വലിയ രീതിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല, ബന്ധുക്കൾക്ക് കുറച്ചേർക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്റെ ഫിലിമിലൊക്കെ അഭിനയിക്കാമെന്ന്. പക്ഷെ വേറെ രസം എന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടപ്പോ എന്റെ അടുത്ത് കുറച്ച് പേര് നീ എന്താ മുസ്ലിം അല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ ഫോട്ടോ ഇടുന്ന മോശമല്ലേ എന്നൊക്കെ. പക്ഷെ അവര് എനിക്ക് ഇന്ന് ലക്ഷങ്ങൾ തന്നിട്ട് അവര് ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. അവരോട് അപ്പം അതിന്റെ വാശി വെച്ചിട്ടുള്ള ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ ഒരാളുടെ അടുത്തും അങ്ങനെ അങ്ങനത്തെ ഇത് പറയില്ല. നമ്മള് കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ കാസ്റ്റിംഗ് പൗച്ച് സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്, കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് സിനിമയിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മിസ്സിംഗ് ഗേളിലെ സിനിമയിലെ നായിക പറഞ്ഞത്, ഒരു രാത്രി എനിക്ക് 25 ലക്ഷം കാറും തരാമെന്ന് പറഞ്ഞ് എന്റെ റൂമിൽ മുട്ടി. എന്നെ തമിഴ് സിനിമയിലേക്ക് കൊണ്ടുപോയ പട്ടാമ്പിക്കാരനാണ് അങ്ങനെ പറഞ്ഞത്, ശല്യം ചെയ്തു. അതെ, ആ സിനിമ തീർന്നവരെ ഈ പെൺകുട്ടി പ്രതികരിക്കാതെ പിന്നീട് ക്യാരവാനിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അടി കൊടുത്തത്. സിനിമാ മേഖലയിൽ അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പോലും വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിപ്പോ ഇവിടെയാണെങ്കിലും ദുബായിലാണെങ്കിലും ചിലർ ജോബ് കൊടുക്കണമെങ്കിൽ ചിലർ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ മീൻസ് അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഫീൽഡിലുള്ള സംഭവമാണ്. സിനിമ പിന്നെ കുറച്ച് കൂടുതൽ പുറത്തറിയുന്നതേ ഉള്ളൂ. മനുഷ്യന്മാർ പല ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോ നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എന്താ പറയണ്ട, ഉമർക്ക് ആ രീതിയിൽ ഇതുവരെ സമീപിച്ചിട്ടില്ല. സിദ്ദീഖ് സർ ആണെങ്കിലും ഞാൻ അവരൊക്കെ സിനിമയിലുണ്ട്. മീൻസ് എനിക്ക് തമിഴില് ഒരു മൂവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അവര് ഈ പറഞ്ഞ പോലെ നമ്മള് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതൊരു മീൻസ് ട്യൂണ് മാറുമ്പോ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു ഒരു മൂവി. ആരെങ്കിലും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടില്ല, ട്യൂണ് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് മൂവിയില് ഇങ്ങനെ ഒരു മൂവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ എനിക്കത് ജെനുവിൻ അല്ല എന്ന് തോന്നി. ആള് ട്യൂണ് മാറിയപ്പോ പിന്നെ അത് വേണ്ട. ദുബായിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? മൂവിക്കല്ല, വേറെ ഉദ്ഘാടനത്തിന് പോലും ഇല്ല, ഇല്ല അങ്ങനത്തെ കോയിത്തരം പിന്നെ ആൺകുട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമ്മളെ അതില് സ്റ്റാൻഡേർഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ നമ്മള് തിരിച്ചു പറഞ്ഞാൽ മതി. തിരിച്ചു മറുപടി പറയാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരും നമ്മുടെ മുമ്പിൽ. പിന്നെ നമ്മള് ഇപ്പൊ ഫോൺ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാല് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയാ, ഒരു പ്രൊമോഷന് പോയ ഒരു ഷോപ്പില്. അപ്പൊ അവര് എന്താ പറയാ, ഒരു 8 മണി ആ സമയത്തായിട്ടൊന്ന് ലൊക്കേഷൻ അയച്ച ഷോപ്പിലേക്ക്. അപ്പൊ ഞാളും കുറച്ച് ഫ്രണ്ട്സ്, അവർക്കറിയാം, വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമ്മളൊക്കെ കൂടിയിട്ട് പ്രൊമോഷന് പോയത്. അപ്പൊ അങ്ങനെ ഷോപ്പ് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ പിന്നീട് അവര് ഫ്രണ്ട്സിന് ആ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് കാണിച്ചിട്ട്, എടാ കണ്ട അവൾ എന്നെ 8 മണിക്ക് കാണാൻ വന്നു, അതവിടെ പ്രൊമോഷൻ അവർ പറയാണ്ട്. അപ്പൊ അത് ഞാൻ വേറെ ആൾ കൂടി അറിഞ്ഞു ഇങ്ങനെ. പക്ഷെ അങ്ങനെ ട്യൂണ് മാറ്റി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മീൻസ് അല്ലാണ്ട് അവരോട് പിന്നെ പ്രതികരിച്ചോ? ഞാൻ നല്ല രീതിയിൽ നമ്മൾ പോയ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അത് എന്റെ ബ്രദർ അറിഞ്ഞു. അപ്പൊ എന്റെ ബ്രദർ അറിഞ്ഞിട്ട് ബ്രദർ എന്നെ കോളാക്കി എന്റെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയ ഫ്രണ്ട്സ് ആരൊക്കെയാന്നുള്ളത് അവരെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പൊ അങ്ങനെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് ആ പ്രൊമോഷൻ പോയത്. അപ്പൊ അവര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റവൻ വളച്ചൊടിച്ച് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു. അത് നല്ല രീതിയിൽ നമ്മള് അവരെ പറഞ്ഞു. മൊത്തത്തിലൊരു ചീത്ത കുട്ടി എന്നുള്ള പേര് ചില സമയത്ത് ചില ആളുകളിൽ നിന്നും പറയുന്നുണ്ടാവുന്നു, ബന്ധുക്കാരുടെ അടുത്തുനിന്നോ അവൾ അത്ര ശരിയല്ല, അവൾ ഒറ്റയ്ക്ക് ദുബായി താമസിക്കുന്നു,
അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ പറയുന്ന മനുഷ്യന്മാരല്ലേ, എന്തായാലും കുറ്റം പറയും പെൺകുട്ടികൾ ഒറ്റക്ക് നിൽക്കുമ്പോ. പിന്നെ എനിക്ക് ഒന്നാമത് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ മണി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ലവിലോ അങ്ങനത്തെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എപ്പോഴും മണിയാണ് കൂടുതൽ, ബിസിനസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്വന്തമായിട്ട് ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീം. ഇവിടെ ഓൾ ഓവർ UAE കൊറിയർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം അതിന്റെ ഇടയിൽ ഇതിന്റെ ഒരു ടൈമൊന്നും ഇല്ല. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അതൊന്നും ഞാൻ നോക്കലില്ല. അതിനെ കൊണ്ടൊരു ആവശ്യമില്ല. മീൻസ് അവരൊന്നും നമുക്ക് നമ്മളെ മക്കൾക്കോ എനിക്കോ ഒരു രൂപേന്റെ സാധനം വെറുതെ തരൂല. എനിക്കറിയാം, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ നമുക്ക് ഇവര് മനുഷ്യന്മാർ അങ്ങനെയാണ്, കുറ്റം പറയാനായിട്ട് കുറച്ച് ജന്മങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തില്ല. പിന്നെ എനിക്കിവിടെ അത്യാവശ്യം എല്ലാ രീതിയിലും വലിയ വലിയ ബിസിനസ് പേഴ്സൺ ആയിട്ട് കൊണ്ട്, അപ്പൊ ഇവരൊക്കെ നമ്മളെപ്പോഴും അടിപൊളി, നീ സംഭവമാണ്, മീൻസ് നീ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്, നീ ചെറിയ ഏജിൽ തന്നെ ഇത്ര ഏൺ ചെയ്തു അങ്ങനെയൊക്കെ പക്ഷെ ഈ ലോ ലെവലിലുള്ള ആൾക്കാരാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുക. ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ചുമ്മാ റൂമിൽ ഇരുന്നിട്ട് നെറ്റ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുന്നു. ഇല്ല, ഫേക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് തന്നെ നമുക്ക് പ്രൊഫൈൽ കണ്ടാൽ തിരിയും. ഒരു നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ. ഞാനിവിടെ അതേപോലെ നെഗറ്റീവായിട്ട് ട്രോൾ ചെയ്ത വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ട് ഫൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ എന്താ പറയണ്ടേ, വെറുതെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് ദുബായ് ആണല്ലോ, കേരളമൊന്നും അല്ലല്ലോ. ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. നമുക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കാൻ ദുബായ് ജീവിതം തന്നെയാണ് സേഫ്. കേരളത്തിലും അല്ല, കേരളത്തിൽ സേഫ് അല്ല. ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് എന്താ സഡൻലി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ ചെയ്താൽ സഡൻലി അയാൾക്ക് ഫൈൻ വന്നു, പുറകെ ഒത്തിരി പോകേണ്ടി വരും. അതൊക്കെ അത്രയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദുബായിൽ തന്നെയാണ് സേഫ്. ഇവിടുത്തെ റൂൾസ് എല്ലാം കൊണ്ടും, ഡ്രൈവിംഗ് ആണ് എല്ലാം മനസ്സിലായില്ല. മീൻസ് എല്ലാ റൂൾസ് ഇവിടെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ്. എത്ര വർഷമായി ദുബായില്? ഇവിടെ ഇപ്പൊ ഞാൻ 2 years ആണ്. 2 വർഷം കൊണ്ടാണ് ദുബായിയുടെ ഹൃദയം കീഴടക്കിയ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയത് അല്ലേ? പെട്ടെന്നുള്ളൊരു വളർച്ച. അതെ അതെ. ടിക്ടോക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യം ടിക്ടോക്ക് ഉണ്ടായിരുന്നു ബഹ്റൈനിലുള്ളപ്പോ. അന്ന് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഹസ്ബൻഡ് ആയിട്ട് പോകുന്ന ടൈമിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹസ്ബൻഡ് വീഡിയോസ് ഒക്കെ ഇടുന്നല്ലാണ്ട്. ഇൻസ്റ്റാഗ്രാമില് 2 lakhs സംതിങ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വരുമാനം ഇപ്പൊ? സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് കൂടി നല്ല ഏൺ ചെയ്യാൻ പറ്റും. ടിക്ടോക്ക് ലൈവിലൊക്കെ നമുക്ക് അത്യാവശ്യം മന്ത്ലി നല്ലൊരു മന്ത്ലി 10,000 dirhams ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ല, മീൻസ് അത് ത്രൂ ആണ്. പ്രൊമോഷൻ ഒക്കെ വരുമ്പോ അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കിട്ടും. ഇത് വെറും നമ്മളൊരു ഷോപ്പിന്റെ പ്രൊമോഷൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ടിക്ടോക്കിൽ ഇത്ര റേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഇത്ര റേറ്റ്, ഫേസ്ബുക്ക് റീൽസിൽ ഇടാൻ ഇത്ര റേറ്റ്. അങ്ങനെ വാരി വലിച്ചൊന്നും എല്ലാ പ്രൊമോഷനും എടുക്കാറില്ല. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ളത് മാത്രമേ എടുക്കൂ. ഇപ്പൊ ഒരേ സ്ഥാപനങ്ങൾ, ഇപ്പം ഒരു ജുവലറി ഉണ്ടെന്ന് വെച്ചോ, ജുവലറി തൊട്ടടുത്തായിരിക്കും. ഒരു ജുവലറി ഇവിടെയാണെങ്കിൽ ഒരു ജുവലറി ഇവിടെ ആയിരിക്കും. ഇവിടുത്തെ നമുക്ക് ആദ്യം പറഞ്ഞ പ്രൊമോഷൻ ഇവിടെയും പറഞ്ഞു, ഈ 2 ജുവലറിക്കും വേണ്ടി പ്രൊമോഷൻ ചെയ്യും? ഇല്ല, അങ്ങനെ ചിലർ ഒരു ലിമിറ്റ് ഇത് വെക്കും. ഇപ്പൊ ഒരു അബായ ഷോപ്പ് ചെയ്ത് ഞങ്ങൾ അബായ മാത്രമേ ചെയ്യാൻ പാടും. അവർ ഇത്ര മന്ത്ലി നമുക്ക് ഇത്ര എമൗണ്ട്, ഒരു അംബാസഡർ. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ അറബ്സിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കഫ്തേരിയ ഒക്കെ, ഷവർമ മേക്കർ റെസ്റ്റോറന്റ് എന്നൊക്കെ. അപ്പൊ അവര് നമുക്ക് ഒരു പാക്കേജ് പോലെയാണ്. അപ്പൊ വീക്ക്ലി പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ അവര് നമുക്ക് ഒരു എന്താ പറയുക, സാലറി ഇതുപോലെ നമുക്ക് എമൗണ്ട് എപ്പോഴും കിട്ടും. അത് സൈഡായിട്ട് അങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. എല്ലാ രീതിയിലും ഞാൻ പറയുന്നത്, ഞാൻ കൂടുതൽ ഇനാഗുറേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വാശിയാണ്. വാശി എന്നല്ല, ഞാൻ പറയില്ല, എന്റെ ആദ്യത്തെ മോൾക്ക് എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞത്, അത് ഓരോരുത്തർ വാപ്പമാർ മക്കളെ ഇങ്ങനെ താലോലിക്കുമ്പോ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ, എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലല്ലോ വിചാരിക്കലുണ്ട്. കാരണം എന്റെ 2 മക്കൾക്ക് വാപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. 2 ചെറിയ കുട്ടികൾ, ഇപ്പൊ ചെറുത് തന്നെ, ഒരാൾക്ക് 3 വയസ്സ് 4 വയസ്സാണ്. പക്ഷെ എനിക്കൊക്കെ വാപ്പാന്റെ നല്ല സ്നേഹം കിട്ടിയ. പിന്നെ ഞാനിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഓരോ വാപ്പമാരൊക്കെ ഒരു മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നതും മക്കൾക്ക് ഓരോന്നെല്ലാം ചോക്ലേറ്റ് ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പാവ എന്റെ മക്കള്, മീൻസ് കുറച്ച് കാലം ഇപ്പൊ അവർക്ക് ബുദ്ധി വരുന്നതാണല്ലോ, മീൻസ് ചെറിയ കുട്ടികളെ, അവരെനിക്ക് ഭയങ്കര വിഷമായിരിക്കൂലേ. അപ്പൊ എനിക്കെന്ത് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരും വാങ്ങിച്ചു കൊടുക്കാനുണ്ടാവില്ല, മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലവിനോടുള്ള ഇപ്പൊ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം, മക്കളെ സെറ്റിലാക്കാം. എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും മക്കളെ ഹാപ്പി ആയിട്ട് നിൽക്കണം, അവർക്ക് ഒരു ഫിനാൻഷ്യലി അവരൊന്ന് സെറ്റ് ചെയ്യുക, അത്ര തന്നെ. ഇപ്പൊ രണ്ടുപേരും നിന്ന് മാറി ജീവിക്കുന്നു. വേറെ ആരെങ്കിലും വേറെ പ്രൊപ്പോസൽ ആയിട്ട് വന്നോ? ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പ്രൊപ്പോസൽ, ഒരുപാട് വരും.
വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചാൽ എനിക്കിത് ഡിവോഴ്സ് പേപ്പർ കിട്ടിയിട്ടില്ലല്ലോ. രണ്ടാമത്തെ ഹസ്ബൻഡ് ഡിവോഴ്സ് പേപ്പർ കിട്ടി. ഇനി വേറെ കല്യാണം കഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇല്ല അല്ലെ? നമ്മള് ചിലപ്പോ വേറെ കല്യാണം കഴിക്കും. അതും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കഴിക്കും, ചിലപ്പോ ഇല്ല. നമ്മൾ ഇല്ലാന്നും തീർത്ത് പറയില്ല, ഉണ്ടെന്നും തീർത്ത് പറയില്ല. എന്ത് സംഭവിക്കാം. അതെ, അതൊക്കെ പടച്ചവനായില്ലേ. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി മക്കൾ പറയാണ് ഇനി ഉമ്മച്ചി വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ മക്കൾ പറയുന്നത് കേൾക്കൂ, അതോ നമ്മൾ സ്വയമായിട്ട് ഒരു കല്യാണം വേണമെന്ന് തീരുമാനിക്കും? മക്കൾ അത്രയും പറയാനുള്ള പ്രായമായിട്ടില്ല, ഇപ്പൊ ചെറിയ ബേബി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ കല്യാണം കഴിച്ചില് മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നടക്കില്ല. മക്കൾ പറയാണ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാന്ന് വെക്കും. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വേറെ ആരും നിർബന്ധിച്ചാലും നമ്മൾ വഴങ്ങില്ല. മക്കളെ ഇവിടെ കൊണ്ടുവരാൻ കുറച്ച് ഒരു ഇതുണ്ട്. ഹസ്ബൻഡ് സൈൻ അല്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പർ വേണോ, അല്ലാതെ മക്കളെ കൊണ്ടുവരാൻ പറ്റുന്നില്ലോ. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. മക്കളോട് സെറ്റിൽ ആക്കാൻ ഉമ്മയൊക്കെ അറിയുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഉമ്മയാണ്. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. എത്ര നാള് കുടുംബം നാട്ടിൽ പോകും? ഞാനും മന്ത്ലി 2 times ഒക്കെ പോവാറുണ്ട്. 2 ദിവസം പോയിട്ട് കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോണല്ലോ അല്ലെ? കണ്ണൂര് എന്റെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോണല്ലേ ഉദാഹരണം മനസ്സിലായില്ല. അങ്ങനെയാണ് പോകുന്നത് ഉദ്ദേശിച്ചത്. അല്ല, ശരിക്കും അവർക്ക് ഇപ്പൊ എന്റെ കെയർ വേണ്ടല്ലേ. 2 മക്കൾക്ക്, 2 ചെറിയ കുട്ടികളല്ലേ. പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോ നാട്ടിൽ പോയിട്ട് അവരെ കൊണ്ടുവരേണ്ട പ്രോസസ്സിംഗിലാണ്. ഇപ്പൊ കുറച്ചൊരു ഇഷ്യൂ കിടക്കുന്നുണ്ട്. ഡിവോഴ്സ് പേപ്പർ വേണം ഇവിടെ സെറ്റിൽ ആക്കാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡ് സൈൻ, അങ്ങനെ ചെറിയ ഇതാണ്. ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഒറ്റയ്ക്കാണോ? ഇവിടെ ഒറ്റയ്ക്കാണ്. എവിടെയാണ് താമസിക്കുന്നത്? റോള കോർണിഷിന്റെ ഓപ്പോസിറ്റ്. സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഫ്ലാറ്റ് സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഇവിടെ അത്യാവശ്യം ഏൺ ചെയ്തു. സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചു. അതിന് ഇനിയിപ്പം വാടക കൊടുക്കേണ്ട കേസൊന്നുമില്ല. ഇല്ല, ഒന്നും വേണ്ട. സ്വന്തമായിട്ട് ശരിക്കും നമ്മള് ഒരു നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം, കയറി കിടക്കാൻ ഒരു കിടപ്പാറം വരെ ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? നല്ലൊരു പോരാട്ടമാണ് നടത്തിയത്. സ്ത്രീകൾക്ക് ഒരു മാതൃകയാകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം എടുത്തൊക്കെ മനസ്സിലാവും. എന്താ പറയണ്ടേ, ഒരുപാട് ഗേൾസിന്റെ മെസ്സേജ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ശരിക്കും റോൾ മോഡലാണ്, നിങ്ങൾ ബിഗ് ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞങ്ങളൊക്കെ തളർന്നു. ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അയാള് മരിക്കുക, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കരഞ്ഞിരിക്കുക, ഫുഡ് കഴിക്കാണ്ടിരിക്കുക, എന്നിട്ട് മക്കളെ മര്യാദയ്ക്ക് നോക്കാനും പറ്റുന്നില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ഒക്കെ ചെയ്യണമെന്നുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചിലര് കമന്റ് എന്ന് വെച്ചാൽ ചിലർ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പേര് നീ ദുബായിൽ നിന്ന് അടിച്ചു വിളിക്കല്ലേ, അവർക്കറിയില്ല ഞാൻ അവിടെ ഏൺ ചെയ്യാനാ വന്നത്, ഞാൻ ഉണ്ടാക്കിയും കഴിഞ്ഞിട്ടുണ്ട്. ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർ നേരാവണ്ണം വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ചവരറിയാം. അപ്പൊ അതൊക്കെ അത്രയേ ഉള്ളൂ. ഈ ഫോണൊക്കെ ഇപ്പൊ ഞാൻ കണ്ടപ്പോ 3 ഫോൺ സോറി ടോട്ടൽ 7 ഫോൺ ഇന്ന് കണ്ട 3 ഫോൺ നല്ല പൈസ മുടക്കമുള്ള ഫോണല്ലേ. അതൊക്കെ നമുക്ക് പണ്ടൊക്കെ ഫോണൊക്കെ ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് വാങ്ങി തന്നായിരുന്നല്ലേ? വീട്ടിൽ നിന്ന് വാങ്ങി തന്നെ നല്ലൊരു ഫോൺ ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡുമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇല്ല, ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. ഹസ്ബൻഡുമായിട്ട് ജീവിക്കുമ്പോൾ നല്ലൊരു ഫോൺ എനിക്ക് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ഫാമിലിയില്ലേ, കല്യാണം കഴിക്കുമ്പോൾ അവിടെ നല്ല വാങ്ങി തന്നെ. ആ ഫോണിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ ഇന്ന് കാണുമ്പോ 3 ഫോണാണ് കയ്യിലുള്ളത്. 3ഉം നല്ല പൈസ കൊടുത്തുള്ള ഫോണാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതാണോ? ഗിഫ്റ്റ് കിട്ടിയ ഇതൊക്കെ ഫാൻസ് വാങ്ങിയിരുന്നു. ഇവിടെ ഭയങ്കര ഫാൻസ് ആണ്. ട്രോളരുത് ഗൈസ്. നമുക്കൊക്കെ ഒത്തിരി ഫാൻസ് ഉണ്ട്. ആരും ഒന്നും വാങ്ങി തന്നെ ഇല്ലല്ലോ. അത്യാവശ്യം മുൻചെല്ലാം വേണം എന്നെ പോലെ, എന്നാലേ കിട്ടുള്ളൂ. അതെയോ? ആണുങ്ങളായോണ്ട് കിട്ടില്ല അതോ? അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികൾക്ക് കിട്ടണമെന്നില്ല. എത്ര പെൺകുട്ടികളുണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോ ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ പറയും ഞങ്ങൾക്കൊന്നും 1 രൂപന് മുട്ടായി പോലും ഇവിടെ ആരും വാങ്ങി തരുന്നില്ലല്ലോ. പക്ഷെ എന്നെ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഇതൊക്കെ കൊണ്ട്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തിയതുകൊണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ട്. അങ്ങനെ 7 ഫോണുണ്ട്. 7 ഗിഫ്റ്റ് കിട്ടിയ ഫോണാണ്. ബാക്കി വീട്ടിലുണ്ട്. 7 ഇതിൽ കൂടുതൽ എല്ലാം ഐഫോൺ. നമുക്ക് പോകുമ്പോ നമുക്ക് പൈസക്ക് പുറമെ ഗിഫ്റ്റും തരും. നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോ ഗോൾഡൻ ലൈറ്റ് ഒരുപാട് ഗോൾഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലേ? ഒത്തിരി ഗോൾഡ് സേഫ് ആയിട്ട് ലോക്കർ വെച്ചേക്കാണ്. ലോക്കറിലാണ്. അപ്പം ഏതെടുത്താലും പൈസ എന്ന് പറഞ്ഞ പോലെയാണല്ലേ? നമ്മളൊരു പ്രൊമോഷൻ ചെയ്താൽ പൈസ കിട്ടും, ഗിഫ്റ്റ് കിട്ടും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇത് നല്ലൊരു ജോലിയാണ് കേട്ടോ. സർക്കാർ ജോലി ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഇല്ല, ഒരു കാര്യമില്ല. ഇതാണ് ഏറ്റവും നല്ല പ്രൊമോട്ടർ ആവുന്നത്, ഇൻഫ്ലുവൻസർ ആവുന്നത്. പക്ഷെ അതുപോലെ നിക്കണം കേട്ടോ, ആ ഒരു സ്റ്റാൻഡേർഡിൽ പോകണം. ഈ സ്റ്റാൻഡേർഡിൽ പോകണം. സ്റ്റാൻഡേർഡ് വിട്ട ആളുകളുണ്ടോ? അങ്ങനെയല്ല. നമ്മള് ഒന്നാമത് ഇത് തന്നെ ആൺകുട്ടികളെ നമ്മള് കാണുന്നതല്ലേ, ഓരോ ആൺകുട്ടികൾ പല ഇതും പറഞ്ഞിട്ട് ഒലിപ്പിക്കാനെല്ലാം വരും. ഇനി ഇഷ്ടമാണ്, ഈ സംഭവമാണ്, അങ്ങനെയാണ്. പക്ഷെ ഒന്നിലും വീഴരുത്, വീണാ തീർന്ന്. അത്രേ ഉള്ളു. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുരുട്ട ബുദ്ധി വേണം.
മീൻസ് ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരിൽ വീഴാണ്ട് നമുക്ക് എന്താ പറയാ അങ്ങനെ മീൻസ് പ്രേമിക്കാൻ ഇഷ്ടമല്ല പ്രേമിച്ചോട്ടെ, നോ പ്രോബ്ലം. വീഴരുത്, വീണാ തീർന്നു. വീഴാൻ നമ്മൾ അതോടുകൂടി നമ്മുടെ ജീവിതം തീരും ഉറപ്പായിട്ടും. കാരണം ഒരിക്കലും ഒരു ടൈം വരെ നമ്മളെടുത്ത് ഇഷ്ടമുണ്ടാവും, നമ്മളെ ബോഡി കണ്ടിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഒരിക്കലോ എന്താ പറയണ്ടേ, നമ്മളെ കിട്ടിക്കഴിഞ്ഞാല് ഓല ഇത് പോവും, മനസ്സിലായോ? അപ്പൊ നമ്മള് എന്താ പറയാ അതിലൊന്നും വീഴാണ്ട് നല്ല പൈസ ഉണ്ടാക്കാം. ബോഡി കണ്ടിട്ട് നമ്മൾ അതിൽ വീഴാണ്ട് നമ്മളെ ബോഡി, എന്റെ ബോഡി ഇത് തന്നെയാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, എന്നെ ഇഷ്ടപ്പെട്ടു പറയും. അങ്ങനെ ആടിനെ പ്ലാവില കാണിക്കുന്ന പോലെ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നല്ല, മീൻസ് നമ്മളൊന്നിന് വീഴാതിരിക്കും, അത്രയാണ്. അല്ല എനിക്കത് ഇഷ്ടം, എനിക്ക് പ്രേമിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പ്രണയം ഉണ്ടോ? ആരെടുത്തും ഇല്ല. ജീവിതത്തിൽ എത്ര പ്രണയിച്ചിട്ടുണ്ട്? ജീവിതത്തില് അങ്ങനത്തെ പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടല്ലേ? ആ പ്രണയം എത്ര നാൾ നീണ്ടിരുന്നു? അങ്ങനെ ചോദിക്കരുത്, അതെനിക്ക് ഓർമ്മയില്ല. സീരിയസ് ആയിട്ട് പ്രണയിച്ച എത്രാം വയസ്സിലാ? സീരിയസ് ആയിട്ട് പ്രണയിച്ച എത്രാം വയസ്സിലാ? അങ്ങനെ ശരിക്കും പറഞ്ഞ ഞാൻ കൂടുതൽ പ്രണയിച്ച 2 ഹസ്ബൻഡിനെ തന്നെയായിരുന്നു. ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെട്ട, അല്ലാണ്ട് ടൈം പാസിന് ഉണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ വിളിക്കാനൊന്നും പറ്റൂല, എന്റെ ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ റീസെന്റ് ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ വരുത്താൻ തന്നെ അലോടാക്കി. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലും ആൺകുട്ടികളോട് അങ്ങനെ സംസാരിക്കാൻ പോയില്ല. അങ്ങനെ മീൻസ് നമ്മളെ നാട്ടിൽ വെച്ച് മുസ്ലിം ഭയങ്കര ദീനിപരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം കണ്ണൂരാണല്ലോ. അതെ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ബോയ്സ് ആയിട്ട് ഫോൺ ചെയ്യലോ, ബോയ്സിന്റെ വീട്ടില് അങ്ങനെ അവർ കുറച്ച് ഏജ്ഡ് അല്ലേ, അപ്പൊ അവർക്ക് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയില്ല, ഫ്രണ്ട്സ് എന്താ. അങ്ങനെ ഈ കണ്ണൂരില് വിമല പറഞ്ഞൊരു കമന്റ് വായിച്ചില്ലേ, കല്യാണ വീട്ടില് മുസ്ലിം വീട്ടില്, അത് അറിഞ്ഞായിരുന്നോ? അത് വലിയ വിവാദമായിരുന്നല്ലോ. മുസ്ലിം വീട്ടുകളിൽ കല്യാണ വീട്ടിൽ മുസ്ലിങ്ങള് പുറയിലൂടെ പിന്നിലൂടെ പോയി അവിടെ ഭക്ഷണം കഴിക്കാനല്ലാന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മീൻസ് അത് ഓരോരുത്തർ ഇതാണ്, അവർക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് എന്താ, ഓരോരുത്തർ ഇതല്ലേ, ഞാനതിലൊന്നും പറയില്ല. മുസ്ലിം ഫാമിലി ആണല്ലോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പിന്നിലൂടെ പോകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ? ഇവിടെ അറബ്സിന്റെ ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ, മീൻസ് ഗേൾസിന് സെപ്പറേറ്റ് ഫുഡ്, പോയിസൺ, അതൊക്കെ ഓരോരുത്തർ കൾച്ചറാണ്. അത് നമുക്ക് ഒന്നും പറയാൻ, ഞാനൊന്നും പറയില്ല, അതെല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ്. അങ്ങനെ ഒരു വേർതിരിവ് വേണോ? അങ്ങനെ വേർതിരിവ് വെച്ചാൽ ചിലർക്ക് എല്ലാരും നമ്മളെ പോലെ ആവണമെന്നില്ല. ചിലർക്ക് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനെ ഉണ്ടാവും. മീൻസ് ലേഡീസിന്റെ ഇടയിൽ കൂടി അങ്ങനെ. ഹോട്ടലിൽ കയറി ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കണം. അവിടെ പ്രൈവറ്റ് ആയിട്ട് ഹോട്ടലിൽ പോയിട്ട് വേറെ ഒരു കർട്ടൻ തിരിക്കണമെന്നില്ല ഹോട്ടലിൽ. പക്ഷെ ഇവിടെ ഉണ്ട്, സൗദിയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ലേഡീസിന് വേറെ തന്നെ സെക്ഷൻ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. സൗദിയിൽ അങ്ങനെ തന്നെ എല്ലാ റെസ്റ്റോറന്റിലും ഫാമിലി സെക്ഷൻ വേറെയാ, പിന്നെ ബാച്ചിലേഴ്സ് സെക്ഷൻ വേറെ, അങ്ങനെ ഫുഡ് കഴിക്കാനല്ല. അത് നമ്മളെ ഒരു മതത്തില് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുന്ന നല്ല ദീനായ ആൾക്കാർ അത് ഫോളോ അപ്പ് ചെയ്യുന്ന. അങ്ങനെ മറ്റുള്ളവർക്ക് നല്ല ദീനില്ലാന്നാണ് പറയുന്നത്. ദീനില്ലാന്ന് ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമില്ലേ. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ വിവാദത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയില്ല, എന്റെ ഇതൊന്നും വരില്ല. അതെ നമ്മൾ എല്ലാം പഠിച്ചതിന്റെ കയ്യില്ല. ഞാൻ സ്വർഗത്തിൽ പോവോ നിങ്ങൾ സ്വർഗത്തിൽ പോവോ നമുക്ക് ഒരാളെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അല്ലാണ്ട് 5 നേരം നിസ്കരിച്ചിട്ട് കുറ്റം പറഞ്ഞിരുന്നു കഴിഞ്ഞാല് ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അപ്പോ ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നമ്മളെ മതത്തിന് എങ്ങനെയാണ്, നിങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നിങ്ങൾ പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരാളെ ദീനിയാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എല്ലാം പഠിച്ചവന്റെ കയ്യിലാണ്. നല്ലൊരു വിശ്വാസമാണല്ലേ? ഞാന് നല്ല വിശ്വാസിയാണോ, പഠിച്ചവനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്തിയത് പഠിച്ചവന്റെ ഇതുകൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും മരിക്കാൻ പോയ വ്യക്തി ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ബ്ലെസ്സിങ് തന്നെയാണ്. ഈ വിവാദങ്ങൾ പല കമന്റുകളും വന്നിട്ട് ഒറ്റയ്ക്ക് ശരിക്കും ദുഃഖം വന്ന ഒരു കമന്റ് നീ ഓർക്കുന്നുണ്ടോ? ഒറ്റക്ക് ദുഃഖം കൊറേ ഉണ്ട്, ഒന്നൊന്നല്ല, കരഞ്ഞ കൊറേ കമന്റ്സുകളെല്ലാം ഉണ്ട്. അതന്നെ ഇത് എന്റെ മക്കളെ, ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ലേറ്റ് ആയിട്ട് കിടക്കും, വേറെ ഒന്നും വേണ്ടല്ല. രാത്രി മക്കളെ നല്ലോണം മിസ് ചെയ്യും. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാല് മക്കള് എന്റെ മേത്താണ്ടാവും. ന്യൂസ് ആയിക്കോട്ടെ നീലൂസ് ആയിക്കോട്ടെ, ഒരാൾ ഇവിടെ ആയിട്ട് കിടക്കുക. അപ്പൊ നമ്മള് ഓൽക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരാള് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ സെറ്റിൽ ആക്കാൻ നോക്കുമ്പോ ചിലരെ കമന്റ് ഉണ്ടാവും, നീ ദുബായിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുന്ന പൈസനോ 1 രൂപ പോലും ഞാൻ എടുത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടിയിട്ട്. അതെന്റെ പേരൻസിനെ അറിയാം.
എൻ്റെ ഇക്കാക്കൊക്കെ അറിയാം. എൻ്റെ ഇക്കാക്ക് എല്ലാം ഡീൽ ചെയ്യുന്നത്, എൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം. അപ്പൊ എൻ്റെ ഇക്കാക്കൊക്കെ അറിയാം, എൻ്റെ ഉമ്മക്ക് ഉപ്പാക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അനിയനറിയാം. എന്നിട്ട് ഒരിങ്ങനെ കമന്റ് ചെയ്യുമ്പോഴേക്കും ഇവര് എന്ത് മനുഷ്യന്മാരാണ്, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഹസ്ബൻഡ് നോക്കുന്നില്ല, എന്നിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വേറെ നാട്ടിൽ നിന്നിട്ട് ആ കുഞ്ഞു മക്കളെ മിസ് ചെയ്തിട്ട് വരാണ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ ചിലർ കമന്റ്, ഇത് അടിയിൽ വരുന്ന കമന്റ് ഉണ്ട്. നേരിട്ടൊന്നും ആരൊന്നും പറയില്ല നല്ല അടിപൊളിയാണ് നീ സംഭവം അങ്ങനെ രീതിയിൽ സംസാരിക്കും. ചില കമന്റ്, നീ ദുബായി പോയിട്ട് അടിച്ചു പൊളിക്കല്ലേ, അങ്ങനെ. അന്നേരം നമുക്ക് സങ്കടമായാലുണ്ട് മക്കളെ വിട്ടിട്ട്. നമുക്കറിയാലോ എന്താ സംഭവം എന്നുള്ളത്.